ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ ചോറിനും കഞ്ഞിക്കും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ടൊരു ചെറുപയർ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ രാവിലത്തെ എപ്പോഴുള്ള എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനായിരിക്കും രാവിലെ എന്ത് കറി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ചെറുപയർ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. കുതിർത്ത് വെക്കണം. അതിനുശേഷം നന്നായി കഴുകി കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും പിന്നെ 2-3 പച്ചമുളകും എരിവുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒറ്റൊരു വിസിലിൽ നിന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൊരു വിസിൽ അടിക്കുമ്പോൾ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ ചെറുപയറിന് വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ആട്ട കുഴച്ച് വെക്കാം. ആട്ട ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ നോക്കണം, എന്നാലേ ചപ്പാത്തി നന്നായി അരിയുള്ളൂ. അപ്പോൾ ആട്ടയിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പ്രഷറൊക്കെ റിലീസ് ആകുമ്പോൾ കാത്തി അപ്പോഴേക്കും നമ്മളെ ആട്ടയൊക്കെ കുഴച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മളൊക്കെ കുഴച്ചിട്ട് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നന്നായി സെറ്റായിട്ടുള്ള ആട്ടയൊക്കെ നന്നായി വെള്ളമൊക്കെ അബ്സോർബ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഇത് ചെറുപയർ കണ്ടില്ലേ, നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചത് ഇതാണ്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു മിക്സറിൻ്റെ ചെറിയ ജാറിൽ കുറച്ച് തേങ്ങയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ്. അധികം പേസ്റ്റായി അരക്കൊന്നും വേണ്ട. ഇതേപോലെ ഈ ഒരു പരുവത്തിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മുടെ ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ അധികം തേങ്ങയൊന്നും വേണ്ട, കുറച്ച് മാത്രം മതിയോ. എന്നാൽ നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒറ്റൊരു തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിടാം. വെള്ളം കൂടി പോകരുത്, കുറച്ച് തിക്കായിട്ടുള്ള കറിയാണിതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കണ്ടില്ലേ, നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറുപയറിൽ നന്നായി തിള വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിന് താളിക്കാൻ വേണ്ടി കടുക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ആദ്യം. അത് പൊട്ടിയതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുകും കൂടി ഒന്ന് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പ് നമ്മൾ ചെറുപയറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ കറിക്കും പുട്ടിനും ദോശയ്ക്കും അതേപോലെ ചപ്പാത്തിക്കും ഒക്കെ നല്ല അടിപൊളിയാണ്. നന്നായി കുറുകി വരണം. പ്രഷർ കുക്കറിൽ ഇരുന്നിട്ടതൊന്ന് കുറുകിക്കൊള്ളും. അപ്പോൾ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ സെർവ് ചെയ്യാം. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ റെസിപ്പി. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.